ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ആഴമേറിയ ഒരു ദ്വീപിലാണ്. അഷ്ടമുടിക്കായലിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്. ഈ കാണുന്ന നമ്മുടെ ടെർമിനലാണ്. ഈ ടെർമിനലിൻ്റെ അങ്ങേയറ്റമാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ആ ദ്വീപ്. ഈ ദ്വീപിലേക്ക് പോകണമെങ്കിൽ അവിടെ പാസ് എടുക്കണം. ഇവിടുന്ന് പാസ് എടുത്തത് ഞങ്ങൾ കുട്ടികളുമൊത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ബോട്ടിലാണ് നമ്മൾ പോകേണ്ടത്. അതിനായുള്ള യാത്രയാണിത്. ബോട്ടിൽ 8 പേരെ കയറ്റുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ 2 സെറ്റ് ബോട്ട് യാത്ര കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ബോട്ട് യാത്ര ചെയ്യുകയാണ്. ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ആ ബോട്ടിലും ഞങ്ങളുടെ കുട്ടികളാണ്. ആ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. ഞങ്ങളങ്ങനെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ആ ദ്വീപിലെത്തിയിരിക്കുന്നു. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ഞാൻ നിൽക്കുന്ന ആ കൂട്ടുണ്ട് മുട്ടിന് അത്ര പോലും വെള്ളമില്ല. നല്ല എത്ര സമയം വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. എൻ്റെ കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കൊണ്ട് നമ്മൾ മുട്ടറ്റം പോലും വെള്ളമില്ല. നല്ല മനോഹരമായ കാഴ്ചയാണ്. എത്ര മണിക്കൂറോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചി അവിടെ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പം കുറേ നേരമായിട്ട് വിളിക്കുന്നു. അവിടെ എന്തെങ്കിലും പോയി ഒരു സാധനം എന്തെങ്കിലും വാങ്ങിച്ചേക്കാമെന്ന് ചേച്ചി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ചേച്ചിയെ പരിചയപ്പെടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. പരിചയപ്പെട്ട് അവിടെ ചേച്ചിയോട് നിന്ന് മാങ്ങ ഞങ്ങൾക്ക് തന്നു. അവിടുന്ന് മാങ്ങ വാങ്ങി അടുത്ത യാത്രയാകുകയാണ്. അടുത്ത സ്പോട്ടിലേക്ക് യാത്രയാകുന്നു. കുട്ടികളൊക്കെ അവിടെ അടിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ എന്തോ മനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണുന്നത്. എത്ര മണിക്കൂറോളം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ കച്ചവടം നടത്തുന്നത്. ഇവിടെ കപ്പയുണ്ട്, ഗോലി സോഡയുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് സാമ്പ്രാണിക്കൊടി ഉപയോഗിക്കുന്നത്. പിള്ളേർ മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയുന്നുണ്ട്, ഫോട്ടോ ഷൂട്ടിന് വേണ്ടി നിൽക്കുന്നു. നല്ല കാഴ്ചകളാണ്. മണിക്കൂറോളം നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കുറേ മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് വീണ്ടും ഞങ്ങൾ ചെറിയ ചെറിയ ഐറ്റങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ഉപയോഗിക്കുന്ന ഒരു സ്പോട്ട് കഴിഞ്ഞു. എന്തോ നല്ല സ്പോട്ടാണെന്നറിയുന്നു അവിടെ. പക്ഷേ നമുക്ക് വള്ളത്തിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് 100 കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മളത് മാത്രം ഒഴിവാക്കി. ഇപ്പോൾ ഞങ്ങളുടെ വള്ളം കണ്ട് വന്നിരിക്കുന്നു. 8 പേർക്ക് തിരിച്ച് കയറാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ പേര് കയറിക്കൊള്ളാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിൽ കയറി യാത്ര ചെയ്യാണ്. 2 ബോട്ട് നേരത്തെ അങ്ങ് തിരിച്ചായിരുന്നു. ഇപ്പം എൻ്റെ കൂടെയുള്ള ലാസ്റ്റ് ബോട്ടിലുള്ള യാത്ര പോകുന്നത് അങ്ങോട്ട്. മനോഹരമായ കാഴ്ചകൾ ബോട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. ഡ്രൈവർ പറഞ്ഞു ഫ്രണ്ടിൽ പോയി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ആഴമേറിയ അഷ്ടമുടിക്കായലിലൂടെയുള്ള യാത്രയിലാണ് ഞാനിപ്പം. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ഫുഡ് ടൈമാണ്. ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്രയാകാണ്. ഞങ്ങൾ കയറി ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ബോട്ടിൽ യാത്രയാകണം.